എലപ്പള്ളി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രേവതി ബാബു ചേരുന്നു. ശ്രീമതി രേവതി ബാബു, വലിയ എതിർപ്പ് ആ സമയങ്ങളിലൊക്കെ അവിടെ ഉണ്ടായതാണ്. പക്ഷേ സർക്കാർ എതിർപ്പുകളൊക്കെ അവഗണിച്ച് ശക്തമായി തന്നെ മുന്നോട്ട് പോകുമായിരുന്നു. ഹൈക്കോടതി പറയുന്നു പ്രാഥമിക പഠനം പോലും നടത്താതെ എങ്ങനെയാണ് ഇത്രത്തോളം വലിയ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാകുമെന്ന് ആശങ്കയുള്ള ഒരു പദ്ധതിക്ക് അനുമതി കൊടുക്കുന്നതെന്ന് കോടതി ചോദിക്കുകയാണ്. ശ്രീമതി രേവതി ബാബു. അതെ, തീർച്ചയായും ഞങ്ങൾക്ക് കോടതിയിൽ വിശ്വാസം ഉണ്ടായിരുന്നു, നിയമത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശവാസികളും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാരടക്കമുള്ളവരും കോടതിയെ സമീപിച്ചത്. പൊതുജന സംഘടനകളെല്ലാം തന്നെ കോടതിയെ സമീപിച്ചത്. കാരണം ഈ ഇത്രയും 11 മാസം ശക്തമായി നമ്മൾ ഈ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയി. എങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വളരെ മൃദു സമീപനമാണ് കമ്പനിക്കാർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പോ തീർച്ചയായും ശക്തമായി നിയമപരമായി നേരിടാൻ തന്നെ ഉറച്ചിട്ടാണ് നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയത്. ഇവിടുത്തെ ജനങ്ങളുടെ വിജയമായിട്ടാണ് എനിക്കിതിനെ കാണാൻ കഴിയുന്നത്. കാരണം ജനങ്ങൾ, പ്രാദേശികമായിട്ടുള്ള ജനങ്ങളുടെ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. അതൊന്നും വകവയ്ക്കാതെ, ജനങ്ങളെ കേൾക്കാതെ, പാരിസ്ഥിതിക പഠനം നടത്താതെ പ്രദേശത്ത് കൃഷിയും കുടിവെള്ളവും നശിപ്പിച്ചും കൊണ്ട് ആ പ്രദേശം മാത്രമല്ല, ചുരുങ്ങിയത് 9 കിലോമീറ്റർ ചുറ്റളവിൽ ഈ പഞ്ചായത്തിനെ തന്നെ മരുഭൂമിയാക്കുന്ന തരത്തിലേക്ക് ഇത്തരം ഒരു കമ്പനിയെ ഇവിടെ കൊണ്ടുവന്ന് ജലമൂറ്റിയെടുത്ത് ഈ നാടിനെ നശിപ്പിക്കുന്ന ഇത്തരം കമ്പനിക്ക് പ്രാരംഭ അനുമതി കൊടുത്ത എക്സൈസ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കാരണത്ത് അടി കിട്ടിയതുപോലെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെയൊന്നും ഇല്ലെന്നും നിങ്ങൾ വരൂ, അഹല്യയിലേക്ക് വരൂ, അവിടെ കുഴിച്ച മഴക്കുഴികൾ കാണൂ, ആ മഴക്കുഴികളിലെ വെള്ളം ആണ് മദ്യക്കമ്പനി ഉപയോഗിക്കുക എന്നത് മന്ത്രി പറഞ്ഞ, എക്സൈസ് മന്ത്രി പറഞ്ഞ ഉറപ്പായിരുന്നു ശ്രീമതി രേവതി ബാബു. തീർച്ചയായും അഹല്യയിൽ പോയിട്ട് എക്സൈസ് മന്ത്രി ഈ മഴവെള്ള സംഭരണിയെ കുറിച്ച് പഠിക്കാൻ പോയി. കാരണം ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടല്ല മന്ത്രി പഠിക്കാൻ പോയത്. ഒയാസിസിന് വേണ്ടി മന്ത്രി എന്തിനാണ് മഴവെള്ള സംഭരണി പഠിക്കാൻ പോകുന്നത്? അത് ഒയാസിസ് കമ്പനിക്കാർ പോകുമല്ലോ മഴവെള്ള സംഭരണിയെ കുറിച്ച് പഠിക്കാൻ. മന്ത്രി അത്രയും സ്വന്തം താല്പര്യം, അതായത് സ്വന്തമായിട്ടുള്ള ഒരു സ്ഥാപനം നടത്തുന്ന ആ ഒരു താല്പര്യം എടുത്തുകൊണ്ടാണ് മന്ത്രി ഒയാസിസിന് വേണ്ടിയിട്ട് ഇത്തരം ഒരു പ്രവർത്തികൾ നേതൃത്വം കൊടുത്തത്. താൽക്കാലികമായി കമ്പനിക്കാരുടെ കാശും വാങ്ങി എലപ്പുള്ളി പഞ്ചായത്തിന്റെ ഭരണം അട്ടിമറിക്കാൻ LDFന് സാധിച്ചു എന്ന് താൽക്കാലിക വിജയം കൊണ്ട് ആശ്വസിക്കാമെങ്കിലും ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ്. ഞങ്ങൾ പറഞ്ഞതിന് അനുകൂലമായിട്ട് ജനങ്ങൾ, രാഷ്ട്രീയമായിട്ട് ഒരു പക്ഷെ വിജയം LDFനാണെങ്കിലും ഭൂരിപക്ഷം ജനവിഭാഗങ്ങളും ഈ കമ്പനിക്ക് എതിരായിരുന്നു എന്ന് ഞങ്ങളുടെ വോട്ടിംഗ് ശതമാനത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. വിജയം ഒരുപക്ഷെ എണ്ണത്തിന്റെ കാര്യത്തിൽ LDFനായിരിക്കാം, പക്ഷേ രാഷ്ട്രീയമായി ഞങ്ങൾക്കത് അനുകൂലമാണ്. കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു തീരുമാനം വന്നതിൽ വളരെയേറെ അഭിമാനമുണ്ട്. കാരണം ഇനിയും നിയമപരമായി ഇതിനെ നേരിട്ടുകൊണ്ട് ശക്തമായി ഈ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇവിടെ ഈ കമ്പനി വരാതിരിക്കാനുള്ള മുഴുവൻ എഫേർട്ടും എടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നിലുണ്ടാകും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ. ശ്രീമതി രേവതി ബാബു, എന്തായാലും അത് മാത്രമായിരുന്നില്ല അവിടെ. ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ CPM അവിടെ രാഷ്ട്രീയ വിസ്തീർണ യോഗം നടത്തുകയുണ്ടായി. അതിൽ മന്ത്രി MP രാജേഷ് പങ്കെടുത്തതാണ്. അത് ഈ പദ്ധതി എതിർക്കുന്ന പ്രതിപക്ഷം വികസന മുടക്കികൾ എന്ന മട്ടിൽ ആ യോഗത്തിൽ MP രാജേഷ് പ്രസംഗിച്ചിരുന്നതുമാണ്. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഈ വിഷയ നിലപാട് കൂടി ഇനി പ്രസക്തമാണ്. എന്തായാലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുതിയ തീരുമാനമെടുക്കാം എന്നുകൂടി ഹൈക്കോടതി പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.